സൂരജിൻ്റെ അടപ്രഥമൻ ഉണ്ടാക്കുകയാണ്. സൂരജിൻ്റെ അട ഞങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് അടച്ച് വെക്കുക. അത്ര അടച്ച് വെച്ച് ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അതിന് ഇങ്ങനെ വെള്ളത്തിലോട്ട് വാരിയിടണം. നല്ല പാത്രത്തിൽ അരിപ്പയിൽ അരിച്ച് പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് വെള്ളം വറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു സമയം കൂടി ഞങ്ങൾക്ക് പോകണം. തുടക്കം അങ്ങനെ പാത്രം വെച്ചു. നെയ്യ് ഒഴിക്കണേ. നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ചൂടായി വരണം. ചക്കരപ്പാനി ഒഴിക്കുകയാണ്. ചക്കരപ്പാനി ഒന്ന് ഒഴിച്ച് ഒന്ന് കുറുകി വരണം. അങ്ങനെ ചക്കരപ്പാവ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. തിളച്ച് നല്ല കുറുകി വരണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ ആയിട്ടിരിക്കുകയാണ്. നമ്മളത് കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അത് കിടന്നു വഴണം. തിളച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. കുറച്ചുകൂടെ തിളച്ച് വെക്കാനുണ്ട്. വെച്ച് നമുക്കൊന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് കാത്തിടണം. കുറുകി തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയുടെ കുറുകാണ്ട് വെന്ത് വരുന്നുണ്ട്. ഇതിന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തോന്ന് നോക്കട്ടോ. ഒന്നുമില്ലല്ലോ. എൻ്റെ കൈ കൊണ്ടാവും. ലേശം കൂടെ ആകുന്നുണ്ട്. ഒരാളായാലും നമുക്ക് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരണ്ട് വരുന്നുണ്ട്. അങ്ങനെ വറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഒഴിക്കണം. 3ാമത്തെ പാല് ഒഴിക്കണം. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണം. തേങ്ങാപ്പാൽ അങ്ങനെ 1ാം പാൽ ഒഴിച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് 2ാം പാൽ ഒഴിക്കണം. 2ാം പാൽ ഒഴിച്ച് കുറുകി വന്നിട്ട് വേണം 1ാം പാൽ ഒഴിക്കുക. എന്നിട്ട് ഏലക്കയൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഏലക്ക പൊടിച്ചതൊക്കെ 1ാം പാലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കുറുകി വരണം. അതൊന്ന് അല്ല ഏലക്കയൊക്കെ പൊടിച്ച് 1ാം പാൽ ഇട്ടതാണ് അത് കാണുന്നത്. അത് 2ാം പാൽ ഒഴിച്ചാണ്. വെച്ചു കുറുകി വരണം.
രണ്ടാം പാൽ വെച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുറുകി വരുന്നുണ്ട്. കുറുകി കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം പാൽ വെച്ച് നോക്കുക. കുറച്ച് മിൽക്ക് മോഡും കൂടി വയ്ക്കണേ. ഒരു അതിലൊക്കെ കൂടെ വെച്ച് ഒന്നാക്കുന്ന അവർക്ക് മിൽക്ക് മോഡ് കുറച്ചും കൂടെ വയ്ക്കുക. അതിൽ കാരണം നന്നാക്കി നടക്കിയിട്ട് കുറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആയുണ്ട് ഇന്ന് തിളക്കുന്ന വേണം. കുറിയിട്ടുണ്ട്. അങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ വെച്ചിട്ട് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഏലക്കയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മളത് വാങ്ങി വെക്കുകയാണ്. ഒന്നാം പാൽ വെച്ച് പുറത്തോട്ട് തിളക്കണ്ട. ദിവസം നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് വയ്ക്കുക. വീണ്ടും ഇളക്കിയിട്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ പിടിക്കാം. നന്നാക്കണം. ഞങ്ങൾ പായസം റെഡി ആയിരിക്കുകയാണ്. ഇനി എല്ലാവരും ഗ്ലാസ് എടുത്തൊന്നും പാത്രത്തിനും ഒന്നാ കൊടുക്കുക. ഇതിന് സുഹൃത്തുക്കളെ, ഞാൻ പനകയും പ്രദീപ് ഞങ്ങൾ പായസം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ.